പ്രിയപ്പെട്ട ഇന്നലെ രാവിലെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ അന്തരിച്ചത്. ഇന്നലെ മുതൽ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ചാനലുകളും അതുപോലെ ഇന്നിപ്പോൾ പത്രങ്ങളിലെല്ലാം ശ്രീനിവാസൻ്റെ ചരമവാർത്തകളും ഫീച്ചറുകളും അനുസ്മരണങ്ങളുമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ ശ്രീനിവാസൻ ചെയ്ത കഥാപാത്രങ്ങൾ മലയാളി മനസ്സിനെ അത്ര വലിയ ആഴത്തിൽ സ്പർശിക്കുന്നതായിരുന്നു. മലയാളിയുടെ കപടബോധത്തെ പൊളിച്ചെഴുന്ന കഥാപാത്രങ്ങളായിരുന്നു ശ്രീനിവാസൻ ചെയ്തത്. നമുക്ക് ശ്രീനിവാസൻ്റെ ഈ വിയോഗം മലയാളത്തിലുണ്ടാക്കാൻ പോകുന്നൊരു ശൂന്യത അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് എങ്ങനെ അനാവരണം ചെയ്യാൻ പറ്റും? അതായത് തുഫേല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ടെക്നിക്കൽ വൈസ് മലയാള സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇൻസിഡൻറ്റിൽ നിന്നാണ് ഇപ്പം നേരെ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ 1 മണിക്കൂറിനകത്ത് നടക്കുന്ന ഒരു സംഭവവും അതുമായി ബന്ധപ്പെട്ട് നെവിൻ പോളി അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ ഒരു കാമ്പുള്ള കഥ, ഒരു മെസ്സേജ് സമൂഹത്തിന് നൽകുന്ന കഥ, നമ്മളെ മലയാളിയുടെ അഹംബോധത്തെ, മലയാളിയുടെ അഹങ്കാരത്തെ, മലയാളിയുടെ പൊങ്ങച്ചത്തെ, അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ തന്നെ കണ്ട് നമുക്ക് തന്നെ അറിയാവുന്നുള്ള ഒരു സ്വയം വിമർശന സിനിമകൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യത ശ്രീനിവാസന് ശേഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ കഴിയില്ല. മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരുപാട് കാര്യങ്ങൾ, ഈ തിരക്കഥാകൃത്തുക്കളുടെ അവരുടെ തൂലികയുടെ പ്രത്യേകത, MTയുടെ പ്രത്യേകത, നമ്മുടെ ഗ്രാമങ്ങളിൽ കാണുന്ന ചില കഥാപാത്രങ്ങൾ, MTയുടെ രചനാവൈഭവത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. MTയുടെ രചന എന്ന് പറയുന്നത് മറ്റൊരു രീതിയാണ്. സർഗാത്മകത വളരെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മഞ്ഞ് എന്ന നോവല്, അതുപോലെ തന്നെയുള്ള നിരവധി സാധനങ്ങൾ. വടക്കൻ വീരഗാഥ MTയാണ് തിരക്കഥ എഴുതിയത്. താഴ്വാരം എന്ന സ്ക്രിപ്റ്റ് MTയാണ് എഴുതിയത്. MTയുടെ സിനിമകൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഒരു ചെറുപുഞ്ചിരി എന്ന് പറയുന്ന MTയുടെ സംവിധാനത്തിൽ വന്ന ഒടുവിൽ അഭിനയിച്ച ചിത്രം. അപ്പോൾ അത് MTയുടെ എഴുത്ത് വേറെ. ലോഹിയുടെ തനിയാവർത്തനം മുതൽ ലോഹിയുടെ ഭൂതക്കണ്ണാടി വരെയുള്ള സിനിമ എടുത്ത ലോഹിയുടെ എഴുത്ത് വേറെ. ശ്രീനിവാസന്റെ എഴുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ ഇരുട്ടത്ത് പോയി ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചിരിച്ചു പോകുന്ന, എന്ന് വെച്ചാൽ നമ്മൾ എത്ര ബലം പിടിച്ചിരിക്കുന്നവരത് ചിരിച്ചു പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് എണ്ണം പറഞ്ഞ ഒരു 4-5 കഥാപാത്രങ്ങൾ നമുക്ക് ഇവിടെ പറയാം. സന്ദേശത്തിലെ പ്രഭാകരൻ, കോട്ടപ്പള്ളി പ്രഭാകരൻ അല്ലെ, കോട്ടപ്പള്ളി പ്രഭാകരനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ സന്ദേശം സിനിമയിലെ ആ കഥാപാത്രം എന്ന് പറയുന്നത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെയൊക്കെ തന്നെ എടുത്ത് വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു കഥാപാത്രം. അപ്പോൾ ആ പ്രഭാകരൻ എന്ന് പറയുന്ന കഥാപാത്രം ഇന്ന് 30 കൊല്ലം കഴിഞ്ഞു. ആ സിനിമ 991 മറ്റോ അല്ല, ഏത് വർഷം? അതെ. ഏതായാലും 84 ഓടരുത് അമ്മാവ ആളറിയാം എന്ന പ്രിയദർശൻ ചിത്രത്തിലാണ് അദ്ദേഹം തിരക്കഥാകൃത്തായി വരുന്നത്. അതിനു മുമ്പ് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ചില കൊച്ചു സിനിമകളിൽ അഭിനയിച്ചിരുന്ന ശ്രീനിവാസൻ ഒരു വേള സിനിമ മദ്രാസ് തന്നെ കളഞ്ഞ് നാട്ടിലേക്ക് വന്ന ആളാണ്. അപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന തിരക്കഥാകൃത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചാണ് എന്നോട് തുഫേൽ ചോദിച്ച പോലെ, ശ്രീനിവാസൻ എഴുതിയതുപോലെയുള്ള മണ്ണിന്റെ മണമുള്ള, മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന, നമ്മളെ തന്നെ, ശ്രീനിവാസന്റെ സിനിമകൾ എടുക്കുമ്പോൾ നമ്മളെ തന്നെ വിമർശിക്കുന്ന കഥാപാത്രങ്ങളാണ്. അങ്ങനെയുള്ള സിനിമകൾ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ തളത്തിൽ ദിനേശൻ എന്ന് പറഞ്ഞാൽ വടക്ക് നോക്ക് യന്ത്രം എന്ന ചിത്രത്തിൽ അപകർഷബോധം ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു നടനായിട്ടാണ്. അതിൽ ബൈജുവാണ് അദ്ദേഹത്തിൻ്റെ അനിയനായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായി പാർവതിയാണ് അഭിനയിച്ചിരിക്കുന്നത്. ആ ചിത്രത്തിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഭാര്യയ്ക്കൊപ്പം പൊക്കം കുറവായ പാർവതിക്ക് പൊക്കമില്ലാതെ ഇങ്ങനെ പെട്ടെന്ന് പൊങ്ങിയിട്ട് ഇവള് ക്യാമറമാനാണോ നോക്കുന്നത് എന്നിങ്ങനെ സംശയത്തോടെ നോക്കുന്ന ഒരു ഭർത്താവ്. അതൊക്കെ എത്ര മനോഹരമായിട്ടാണ് ശ്രീനിവാസൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ശ്രീനിവാസൻ്റെ ഒരു പ്രത്യേക, അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളൊക്കെ തന്നെ വളരെ ഇഴുകിച്ചേർന്നാണ് അദ്ദേഹം കഥാപാത്രത്തോടൊപ്പം നിൽക്കുന്നത്. ഏച്ചു കെട്ടിയല്ല അദ്ദേഹം നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഈ പൊന്മുട്ടയിടുന്ന താറാവിൽ തട്ടാന്മാരുടെ ജീവിതമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു തട്ടാൻ എന്ന് പറഞ്ഞാൽ ഇത്രയധികം കൃത്യമായ ഒരു തട്ടാനായി അഭിനയിക്കാൻ അദ്ദേഹത്തെ പോയിട്ട് വേറെ ആരുമില്ല. പിന്നെ നമുക്ക് വേറെ പറയാനായിട്ട് പ്രിയദർശൻ്റെ തന്നെ വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്തതിനെ കുറിച്ച് പറയും. എന്ന് പറഞ്ഞാൽ ശ്രീനിവാസനാണ് സ്ക്രിപ്റ്റെങ്കിൽ ശ്രീനിവാസന് ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അദ്ദേഹം ഭയങ്കര മദ്യപാനിയായിരുന്നു, പുകവലിയാണ്. ഒരു 2 പാക്കറ്റ് സിഗരറ്റും ഇരുന്നെഴുതാൻ ഒരു സ്ഥലവും കൊടുത്തു കഴിഞ്ഞാൽ ശ്രീനിവാസൻ തിരക്കഥ എഴുതി കൊടുക്കുമെന്ന് പറയുന്നത്. വെള്ളാനകളുടെ നാട് തയ്യാറാക്കി വെച്ചൊരു സ്ക്രിപ്റ്റേ ആയിരുന്നില്ല. ശ്രീനിവാസൻ ഒരു കഷ്ണം കടലാസിൽ എഴുതി കൊടുക്കുന്നു, അത് കൊണ്ടുപോയി അവർ അഭിനയിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് അറിയാം, ആ ഒരു റോളർ പപ്പു ഇങ്ങനെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയും. തീർച്ചയായിട്ടും. അപ്പൊ ആ അത്തരത്തിൽ സിറ്റുവേഷൻ കോമഡികൾ, ഇപ്പൊ വരവേൽപ്പ് എന്ന സിനിമ നമുക്ക് എടുക്കാം. വരവേൽപ്പിലെ പ്രത്യേകത എന്താണ്? വരവേൽപ്പിൽ ഒരു പാവപ്പെട്ട ഗൾഫുകാരൻ തിരിച്ചു വന്ന് ജീവിക്കാനായി, അത് എത്ര കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണെന്ന് ആലോചിച്ച് നോക്കുക. അവിടെ മുരളി എന്ന് പറയുന്ന നമ്മളെ മഹാനായ നടൻ ഒരു ട്രേഡ് യൂണിയൻ നേതാവായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്.
ഈ മുരളി ചെയ്ത കഥാപാത്രം ഇന്നത്തെ ട്രേഡ് യൂണിയൻ നേതാക്കളുമായി വളരെ സാമ്യമുണ്ട്. അവിടെയാണ് ശ്രീനിവാസന്റെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് എണ്ണം പറയാവുന്ന സിനിമകൾ നിരവധിയുണ്ട്. ശ്രീനിവാസൻ എന്ന് പറയുന്ന തിരക്കഥാകൃത്ത് അഭിനയിച്ച ഇപ്പോൾ പിന്നെ ഏറ്റവും ലോ ലെവൽ തമാശകൾ പോലെയൊക്കെ തോന്നിയിട്ടുള്ള ഈ അപ്പക്കാള എന്ന് പറഞ്ഞ തേന്മാവൻ കൊമ്പത്തിലെ ഒരു കഥാപാത്രം, മാങ്ങാക്കുലയ്ക്ക് 20 രൂപ. അപ്പോ തേങ്ങാക്കുല തിരിച്ച് തേങ്ങാക്കുലയോ ഏതെങ്കിലും, അതൊക്കെ നമുക്ക് തിയേറ്ററിൽ ഒരുപാട് ചിരിയുടെ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എണ്ണം പറഞ്ഞ നിരവധി കഥാപാത്രങ്ങൾ. ഇപ്പൊ നമ്മള് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായി, മമ്മൂട്ടിയുടെ കൂട്ടുകാരനെ അഭിനയിക്കുന്ന കഥ പറയുമ്പോൾ ബാർബർ ശ്രീനിവാസന്റെ അളിയനാണ് ആ പടം. അതെ, ബാർബർ ബാലൻ എന്ന് പറയുന്ന ഈ പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അതും എത്ര മനോഹരമായിട്ടാണ്. ഒരു സതീർത്ഥന്റെ ഒരു കൂട്ടുകാരൻ തന്നെ ഓർക്കുന്നുവോ എന്ന്, അത് ശ്രീനിവാസന്റെ തന്നെ കഥയാണ്. ശ്രീനിവാസന്റെ ഒരു കൂട്ടുകാരൻ നാട്ടിലുണ്ട്. ആ കൂട്ടുകാരൻ ഇന്ന് പത്രത്തിൽ അത് വാർത്തയായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജഗദീഷ് പറഞ്ഞത് മമ്മൂട്ടിയും മോഹൻലാലും മറ്റാരും ഈ പറയുന്ന ശ്രീനിവാസൻ അവരെ വിമർശിക്കാൻ ഒരു ലൈസൻസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അവരാരും തന്നെ ശ്രീനിവാസനെ ഒന്നും പറയില്ല. മോഹൻലാൽ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കൊന്ന് പിണങ്ങിയിരുന്നു, എന്നിട്ട് ഞാൻ വീണ്ടും ശ്രീനിയെ കണ്ടു, ശ്രീനി പറയുന്നതിനെ ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ സത്യനന്ദിക്കാട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കാണാൻ വന്നിട്ട് അവർ എത്രയെങ്കിലും ഈ ശ്രീനിവാസനെ ചാർജ് ചെയ്യാനാണ് 2 ആഴ്ചയിൽ ഒരിക്കൽ സത്യനന്ദിക്കാട് വന്നിരുന്നത്. സത്യനന്ദിക്കാട് വളരെ ചാർജ് ചെയ്യാനായിട്ട് അവർ വന്ന് സംസാരിച്ച് ശ്രീനിവാസനെ ചാർജ് ചെയ്യാനും സ്വയം തനിക്ക് ചാർജ് ആവാനും ഒക്കെയാണ് ഞാൻ വന്നിരുന്നതെന്ന് പറഞ്ഞ് സന്ദേശം സിനിമ വീണ്ടും ഈ ഇലക്ഷൻ സമയത്ത് നമുക്ക് ഒരുമിച്ച് അത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് എഴുതിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് വിങ്ങിപ്പൊട്ടി പോവുകയാണ് സത്യനന്ദിക്കാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുള്ള പ്രിയദർശനാണ്. പ്രിയദർശൻ ഒരു ക്രാഫ്റ്റ്മാനാണ്. പ്രിയദർശൻ എന്ന് പറയുന്ന സംവിധായകനെ സംബന്ധിച്ച് ടെക്നിക്കൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന, ഇപ്പോൾ അമിതാഭ് ബച്ചൻ വരെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ അറിയപ്പെടുന്ന സംവിധായകനാണെങ്കിലും തുഫേൽ നമ്മൾ ചോദിച്ചെടുത്തേക്ക് തന്നെ നമ്മുടെ സംസാരം ആരംഭിച്ചപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ മലയാള സിനിമയിൽ കാമ്പുള്ള ഇത്തരത്തിൽ വിമർശനാത്മകമായ കുഞ്ചൻ നമ്പ്യാരുടെ കവിത പോലെ വിമർശനാത്മകമായ സ്വയം വിമർശനം, മലയാളിയുടെ പൊങ്ങച്ചവും മലയാളിയുടെ അഹങ്കാരവും മലയാളിയുടെ വിശപ്പും മലയാളിയുടെ ലൈംഗികതയും മലയാളിയുടെ രാഷ്ട്രീയവും ഇത്ര കണ്ട് എഴുതിയ മറ്റൊരു എഴുത്തുകാരൻ വേറെയില്ല. അത്തരം സിനിമകൾ ഇനി ഉണ്ടാകില്ല. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ ലോകമാണ്. ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർക്ക് വായിച്ചറിവൊക്കെ വളരെ കുറവാണ്. അവർ 24 മണിക്കൂറും മൊബൈലിലാണ്. അവിടെയും ശ്രീനിവാസൻ പറഞ്ഞ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ശ്രീനിവാസന്റെ, ഒരു വെള്ളിയാഴ്ച വീട്ടിൽ ചിന്താവിഷ്ടയായ ശ്യാമള, ഒരു വെള്ളിയാഴ്ച വീട്ടിൽ നിന്ന് മീൻ വാങ്ങാനായി പുറത്തുപോയ ഗൃഹനാഥനാണ് ശ്രീനിവാസൻ. പിന്നീട് അദ്ദേഹം നാട്ടിൻപുറത്തെ സമ്മേളനങ്ങൾ നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യ പറയുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച മീൻ വാങ്ങിക്കാൻ പോയതല്ലോ വീട്ടിൽ നിന്ന്. ആ കഥാപാത്രമാണ് ശ്രീനിവാസൻ. അവൻ ശ്രീനിവാസൻ നമ്മുടെ മുന്നിൽ വരച്ചിട്ട കഥാപാത്രങ്ങളൊക്കെ തന്നെ നമ്മുടെ കൺമുന്നിലുള്ളതാണ്. അതാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ. ശ്രീനിവാസൻ മരിച്ചിട്ട് ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ ഇത്ര കണ്ട് ഓർക്കുമ്പോൾ അവർ വെറുതെ അല്ല ഓർക്കുന്ന, മലയാളിയുടെ മനസ്സിൽ അത്ര ചിരപ്രതിഷ്ഠ നേടിയ നിരവധി കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ്റെ തന്നെ. ശ്രീനിവാസൻ ഇനിയും മലയാളിയുടെ മനസ്സിൽ ഈ കഥാപാത്രങ്ങളിലൂടെ ജീവിക്കും. കാര്യം കൊച്ചു മുതൽ വലുത് വരെ കൊച്ചുകുട്ടികൾ, നമ്മൾ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് സംസാരം അവസാനിപ്പിക്കും. അതായത് നമ്മൾ ചിന്താവിഷ്ടയായ ശ്യാമള കാണാൻ തിയേറ്ററിൽ പോയത്, ഞാൻ തിയേറ്ററിൽ പോയാണ് കാണുന്നത്. അപ്പം സിനിമ തുടങ്ങി കഴിയുമ്പോൾ തിയേറ്ററിൽ ഒരു ഇരുട്ടാണ് സ്ക്രീനിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ടെക്നിക്കൽ പെർഫെക്ഷൻ എന്തോ പ്രശ്നം പറ്റും, അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോഴേക്കും അതാ ഒരു പൂച്ച കരയുന്ന സൗണ്ട്, പാത്രം വീഴുന്ന സൗണ്ട്. ഇതാണ് സീനിയിലെ സംവിധായകൻ്റെ ഏറ്റവും, ശ്രീനിവാസൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ പെർഫെക്ഷനാണത്. അത് നമുക്ക് ആർക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ സരോജ് കുമാറിനെ നമുക്ക് മറക്കാൻ പറ്റും. ഉദയനാണ് താരം. സരോജ് കുമാറിനെ നമുക്ക് മറക്കാൻ കഴിയും. സൂപ്പർ താരങ്ങളെ പൊളിച്ചെടുക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പറഞ്ഞാൽ തീരില്ല. നമ്മളിങ്ങനെ സംസാരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ശ്രീനിവാസനെ കുറിച്ച് നമുക്കിങ്ങനെ ഒരു ദിവസം മൊത്തത്തിൽ നമുക്ക് സംസാരിക്കാനുണ്ടാവും. അത് ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ടും തുഫേൽ നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് സാധാരണക്കാരനെ ഇഷ്ടപ്പെട്ട, തൻ്റെ പൊക്കക്കുറവും തൻ്റെ സൗന്ദര്യമില്ലായ്മയും ഇത്ര കണ്ട് മനസ്സിലാക്കിയ ഒരു നടൻ വേറെയില്ല. അദ്ദേഹത്തിനെക്കുറിച്ച് നടൻ ജഗദീഷ് പറഞ്ഞത്, അദ്ദേഹത്തിനെക്കുറിച്ച് പുകഴ്ത്തുന്ന ഒരു കാര്യം വന്ന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയാൽ അതിനെക്കുറിച്ച് നമ്മൾ പുകഴ്ത്താൻ പോയി കഴിഞ്ഞാൽ അതിനെ അദ്ദേഹം വിമർശിക്കുക. എങ്ങനെ അത് ഒക്കെ ശരിയായിരുന്നു. അതായത് അദ്ദേഹത്തിന് വടക്കുനോക്ക് യന്ത്രത്തിന് അവാർഡ് കിട്ടുമ്പോൾ അടൂരിൻ്റെ ഒരു സിനിമയെ കവച്ചു വെച്ചുകൊണ്ടാണ് സംസ്ഥാന അവാർഡ് വടക്കുനോക്ക് യന്ത്രത്തിന് കിട്ടുന്നത്. അവിടെയാണ് ശ്രീനിവാസന്റെ മികവ് എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് സാധാരണക്കാരന് പ്രിയപ്പെട്ട ശ്രീനിവാസൻ എന്ന സംവിധായകൻ, ആദ്യം അദ്ദേഹം തിരക്കഥാകൃത്ത്, ആദ്യം നമുക്ക് തിരക്കഥാകൃത്തെന്നേ അദ്ദേഹത്തിന് പറയാൻ കഴിയൂ. ടൈറ്റിൽ കാർഡിൽ കഥ, തിരക്കഥ, സംഭാഷണം ശ്രീനിവാസൻ, അതെന്നും മലയാളിയുടെ മനസ്സിലുണ്ടാകും. കഥ, തിരക്കഥ, സംഭാഷണം ശ്രീനിവാസൻ, സംവിധാനം സത്യനന്ദിക്കാട്, അല്ലെങ്കിൽ സംവിധാനം
പ്രിയദർശൻ, അദ്ദേഹത്തിൻ്റെ കഥയിൽ മറ്റൊരു സംവിധായകൻ കമൽ. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഇത്രയും സാധാരണക്കാരനെ വരച്ച് കാട്ടിയ ഒരു കുഞ്ചൻ നമ്പ്യാരാണ്. പിന്നെ ശ്രീനിവാസൻ എന്നും സാധാരണക്കാരൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ ആ ഒരു ഇതിൽ തന്നെ ജീവിച്ചിരിക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും.